കാഞ്ചീപുരം എന്ന ചെറിയ ഗ്രാമത്തില് അവിടെയാണ് നമ്മുടെ കഥയിലെ നായികയായ അഞ്ജലി ജനിച്ചു വളർന്നത്. അഞ്ജലി ശാന്തയും ബുദ്ധിമതിയുമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ നഗരത്തിലെ കോളേജിൽ പഠിക്കുമ്പോൾ രാജേഷ് എന്ന യുവാവുമായി ഇഷ്ടത്തിലാകുന്നു. സാധാരണ സ്വഭാവമുള്ള എന്നാൽ വലിയ സ്വപ്നങ്ങളുള്ള യുവാവാണ് രാജേഷ്. ഒരു മഴയുള്ള വൈകുന്നേരം രാജേഷ് അഞ്ജലിയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിനക്കൊപ്പമുണ്ട് രാജേഷ്. അങ്ങനെ കുടുംബത്തിന്റെ എതിർപ്പുകൾ മറികടന്നു അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം അഞ്ജലിയും രാജേഷും ചെറിയ വാടക വീട്ടിൽ ജീവിതം തുടങ്ങി. പണം കുറവായിരുന്നാലും സ്നേഹത്തിലും പ്രതീക്ഷയിലും അവർ സമ്പന്നരായിരുന്നു. എന്നാൽ രാജേഷിന്റെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നം ഒരു നടനാകുക എന്ന് മാത്രമായിരുന്നു. ചെറുപ്പം മുതൽ സിനിമയോടുള്ള ആകർഷണം അവന്റെ രക്തത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ കളിയാക്കി പറയും, നിന്റെ സ്വപ്നം മാത്രമായിരിക്കും അത് എന്ന്. പക്ഷേ അവൻ പ്രതിദിനം കണ്ണാടിക്ക് മുന്നിൽ സംഭാഷണം പറയുകയും മുഖഭാവങ്ങൾ പരിശീലിക്കുകയും ചെയ്തു. അഞ്ജലി എപ്പോഴും രാജേഷിനെ പ്രോത്സാഹിപ്പിക്കും. നിനക്ക് കഴിയും രാജേഷ്, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ജീവിതം എളുപ്പമായിരുന്നില്ല. രാജേഷ് പോകുന്ന ഓരോ ഓഡീഷനും നിരസിക്കപ്പെട്ടു. ചിലപ്പോൾ പരിഹസത്തിന് വിധേയനാണ്. അങ്ങനെ കാലം കടന്നു. അവന്റെ ആ സ്വപ്നം അല്പം മങ്ങിയെങ്കിലും അവന്റെ ഉള്ളിലെന്നും അത് ജീവനുള്ളതായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു. രാജേഷിന്റെ സിനിമാ സ്വപ്നം യഥാർത്ഥമാകാതെ പോയെങ്കിലും അഞ്ജലിയുടെ സ്നേഹം അവന് തുണയായിരുന്നു. ജീവിതം പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കെ ഒരു ദിവസം അഞ്ജലി മന്ദഹസിച്ചുകൊണ്ട് രാജേഷിനോട് പറഞ്ഞു, നീ ഒരു അച്ഛനാകാൻ പോകുന്നുവെന്ന്. ആ വാക്കുകൾ കേട്ട് രാജേഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊപ്പമുണ്ട് എന്റെ സ്വപ്നം. നമ്മുടെ കുഞ്ഞി എന്റെ സ്വപ്നം നിറവേറ്റിത്തരും. അന്നു മുതൽ അവൻ ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. അഞ്ജലിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് അവൻ പറയും, എന്റെ കുഞ്ഞെ, നീ അച്ഛനാകാൻ കഴിയാത്ത നടൻ എന്റെ കുഞ്ഞാകണം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഞ്ജലി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും, അവൻ നടനായ മാത്രം പോരാ, നല്ലൊരു മനുഷ്യനാകണം. രാജേഷും അതിന് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അത് വേണം, നല്ല മനുഷ്യനായ നടൻ. അങ്ങനെ രാജേഷ് ഓരോ രാവും കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ, എനിക്ക് ഒരു ആൺകുഞ്ഞിനെ വേണം, എന്റെ സ്വപ്നം അവൻ പൂർത്തിയാക്കും. അവൻ കുഞ്ഞിനായി പേര് കണ്ടെത്തി, അർജുൻ. സിനിമയിൽ നായകനായി തിളങ്ങേണ്ട എന്റെ ഭാവിയിലെ മകൻ. ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അഞ്ജലിയുടെ വയറുമ്മൽ തൊട്ട് അവൻ കുഞ്ഞിനോട് കുശലം ചോദിക്കും. അർജുൻ, നീ അച്ഛന്റെ സ്വപ്നം പൂർത്തിയാക്കണം, നീ വലിയ നടനാകണം എന്നും മറ്റും അവൻ അഞ്ജലിയുടെ വയറുമ്മൽ തൊട്ട് പറയും. അഞ്ജലി രാജേഷിന്റെ മുഖം നോക്കി ചിരിച്ചെങ്കിലും ഉള്ളിൽ അല്പം ഭയം നിറഞ്ഞിരുന്നു. അവൾ മനസ്സിൽ എപ്പോഴും പറയും, ആ കുഞ്ഞി ആണോ പെണ്ണോ എന്നല്ല, ആരോഗ്യമുള്ളവനായി ജനിക്കണം, അതാണ് പ്രാധാന്യം. രാജേഷ് അതേസമയം ദിവസങ്ങൾ എണ്ണിത്തുടങ്ങി. ഓരോ ദിവസവും ഡോക്ടറുടെ സന്ദർശനത്തിൽ അവൻ ഉത്സാഹത്തോടെ പോകും. കുഞ്ഞിന്റെ ഹൃദയമുടിപ്പ് കേൾക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങും. അങ്ങനെ മാസങ്ങൾ കടന്നു. ഒടുവിൽ പ്രസവ ദിനം വന്നെത്തി. രാജേഷ് ആശുപത്രിയുടെ പുറത്ത് ഉത്സാഹത്തോടെ ഭയത്തോടെ കാത്തുനിന്നു. അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത, ഇന്നെന്റെ അർജുൻ ലോകത്തേക്ക് വരും. അങ്ങനെ മുറിയുടെ വാതിൽ തുറന്നു. നഴ്സ് പുറത്തേക്ക് വന്നു പുഞ്ചിരിച്ചുകൊണ്ട്, അഭിനന്ദനങ്ങൾ രാജേഷ്, നിങ്ങൾക്ക് ഇരട്ട പെൺകുഞ്ഞുങ്ങളാണ് ജനിച്ചിരിക്കുന്നത്. രാജേഷിന്റെ മുഖത്തിലെ ചിരി ഒരു നിമിഷം നിലച്ചുപോയി. പെൺകുട്ടിയോ? അവൻ മന്ദമായി ചോദിച്ചു. നഴ്സ് തലകുലുക്കി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അതെ, ഇരട്ട പെൺകുട്ടികൾ, സുഖമായിരിക്കുന്നു. അഞ്ജലിയുടെ മുഖം തളർന്നെങ്കിലും സന്തോഷം നിറഞ്ഞതായിരുന്നു. അവൾ കുഞ്ഞിനെ കയ്യിലെടുത്തു നോക്കി. രാജേഷ് മൗനമായി നിന്നു. അവൻ പ്രതീക്ഷിച്ച നായകനെ കാണാനില്ല. അവന്റെ കണ്ണുകളിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി അവന്റെ കണ്ണുകൾ. അഞ്ജലി അതേസമയം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. പക്ഷെ രാജേഷിന്റെ മനസ്സിൽ ഒരു ശൂന്യത.
അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അവർ വീട്ടിലേക്ക് പോയി. മാസങ്ങൾ കഴിഞ്ഞു. അഞ്ജലി തന്റെ ഇരട്ട പെൺമക്കളെ സ്നേഹത്തോടെ വളർത്തി. എന്നാൽ രാജേഷിന് ആ വീട്ടിൽ ചിരിച്ചതേയില്ല, കുഞ്ഞുങ്ങളെ തൊട്ടുനോക്കിയില്ല. അഞ്ജലി എത്ര ശ്രമിച്ചിട്ടും അവന്റെ ഹൃദയത്തിൽ ആ മക്കൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ഒന്ന് കൊഞ്ചിക്കുവാനോ കളിപ്പിക്കുവാനോ ഒന്നും അവൻ തയ്യാറായിരുന്നില്ല. ഒരു രാത്രി അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, അഞ്ജലി, എനിക്ക് ഈ ജീവിതം തുടരുവാൻ ആഗ്രഹമില്ല. എനിക്ക് വേറൊരു വഴി നോക്കണം. ഇത് കേട്ടപ്പോൾ അഞ്ജലിയുടെ ഹൃദയം തകർന്നു. ഉടനടി അഞ്ജലി പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കും എനിക്കും നീയില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. എന്നാൽ അവൻ മറുപടി അതിനൊന്നും നൽകിയില്ല. ആ മൗനം തന്നെ അവന്റെ തീരുമാനമായിരുന്നു. അവനൊന്നും പറയാതെ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അഞ്ജലിക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ ആഴ്ചകൾ കടന്നു. രാജേഷ് രേവതി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. രേവതി ചിരിച്ച മുഖവും സ്വപ്നങ്ങളും നിറഞ്ഞ കണ്ണുകളുമുള്ള യുവതി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രേവതിക്കും രാജേഷിനും കൂടി ഒരു ആൺകുഞ്ഞ് ജനിച്ചു. രാജേഷിന്റെ കണ്ണുകളിൽ അവന്റെ സ്വപ്നം യഥാർത്ഥമായ പോലെ തോന്നി. രാജേഷ് ചിരിച്ചു. ഇതാണ് എന്റെ അർജുൻ, ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. എന്നാൽ മറുഭാഗത്ത് രാജേഷ് മറ്റൊരു ജീവിതത്തിൽ നീങ്ങിയപ്പോൾ അഞ്ജലി രണ്ടു മക്കളുമായി ഒറ്റയ്ക്കായി. വാടക വീടൊഴിഞ്ഞ് അവൾ അമ്മയുടെ പഴയ വീട്ടിലേക്ക് മാറി. ചുറ്റുമുള്ളവരൊക്കെ അവളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ നോക്കി ചിരിക്കുകയും ചെയ്തു. അവനെ ഇവർക്ക് പിടിച്ചു വയ്ക്കുവാൻ പറ്റിയില്ലല്ലോ എന്ന് ചിലർ പറയും. പക്ഷെ അവൾ അതിനൊന്നും മറുപടി നൽകിയില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, എന്റെ പെൺമക്കളെ ശക്തരാക്കണം. അങ്ങനെ രാവിലെയും വൈകിട്ടും ചെറുജോലികൾ ചെയ്തു. വീട് വൃത്തിയാക്കിയും തുന്നൽ ജോലിയും ചെയ്തു. മറ്റുള്ളവരെ വീട്ടിൽ കുക്കിംഗ് ചെയ്തു. അവൾ തന്റെ മക്കളെ പഠിപ്പിച്ചു. രാത്രി തന്റെ മക്കളെ ചേർത്തുറങ്ങുമ്പോൾ അവൾക്കൊരു സമാധാനം. അഞ്ജലിയുടെ മക്കളായ ആര്യ, ആൻവി അമ്മയെ പോലെ തന്നെ ഉറച്ച മനസ്സുള്ളവരായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അഞ്ജലിയുടെ കഷ്ടപ്പാടുകൾ അവരുടെ കണ്ണുകളിൽ തുറപ്പിച്ചു. സൗന്ദര്യവും നിറവുമല്ല, മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് അഞ്ജലി എപ്പോഴും മക്കളോട് പറയും. പട്ടിണി കിടന്നാൽ തല ഉയർത്തി നിൽക്കണം. അങ്ങനെ അഞ്ജലി തന്റെ മക്കളെ കഷ്ടതകൾക്കിടയിൽ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ചു. മറുഭാഗത്ത് രാജേഷിന് പുതിയ ജീവിതം. പുറത്തുനിന്ന് നോക്കുമ്പോൾ പൂർണ്ണതയായിരുന്നു. അവന്റെ ഭാര്യ രേവതി, മകൻ അർജുൻ. എന്നാൽ സമ്പന്നതയുടെ മറവിൽ മനുഷ്യത്വം മങ്ങിപ്പോയിരുന്നു. രാജേഷിന് മകനെ നടനാക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷേ അർജുൻ പണം മാത്രം മതിയായിരുന്നു. പണവും പ്രതാപം, ശക്തി മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അവനെപ്പോഴും വ്യാജബന്ധങ്ങൾ, അനധികൃത ഇടപാടുകൾ, കള്ളപ്രചരണം എല്ലാതും ചെയ്തു നടന്നിരുന്നത്. രേവതി അവതിൽ പങ്കാളിയാവുകയും ചെയ്തു. എന്നാൽ രാജേഷിന് ഇതിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും അർജുനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുവാൻ, ഒരു നടനാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അർജുനും രേവതിയും ഒരുമിച്ച് ചെയ്യാൻ പാടില്ലാത്ത പല പ്രവൃത്തിയും ചെയ്തു പണമുണ്ടാക്കി തുടങ്ങി. ഒരു ദിവസം രാജേഷ് തന്റെ മകന്റെ ഇടപാടുകൾ കണ്ടറിഞ്ഞു. കണ്ണുനീരോടെ രാജേഷ് മകനെ തിരുത്തുവാൻ നോക്കി. പക്ഷേ അർജുൻ പരിഹസിച്ചുകൊണ്ട് തന്നെ അപ്പോൾ പറഞ്ഞു, അച്ഛന്റെ സ്വപ്നമല്ല എനിക്ക് വലുത്, എന്റെ ജീവിതമാണ്. അച്ഛൻ നടനാകണമെന്ന് പറയുമ്പോൾ എന്റെ ഭാവി തന്നെ കളഞ്ഞു പൊളിച്ച പോലെയാവും. എനിക്കതിന് താല്പര്യമില്ല. ഇപ്പോൾ പണമാണ് വലുത്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കിയാൽ മതി. പണമുണ്ടെങ്കിൽ പിന്നെ എല്ലാതുമായി. ഇത് കേട്ടപ്പോൾ രാജേഷ് ഒരു നിമിഷം തകർന്നു പോയി. അവൻ വേദനയോടെ മനസ്സിലാക്കി, തന്റെ സ്വപ്നത്തിനു വേണ്ടി തന്റെ ആദ്യ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു. ഇപ്പോൾ ദൈവം അതിനെ തിരിച്ചെടുത്തു. അവൻ ഒറ്റയ്ക്ക് ചിന്തിച്ചു, ജീവിതം എനിക്ക് നൽകിയത് സ്വപ്നമല്ല, ഒരു പാഠമാണ്. വർഷങ്ങൾ കടന്നു. രാജേഷിന് പ്രായമെത്തി. മറ്റു ജോലികൾക്കൊന്നും പോകുവാൻ പറ്റാത്ത അവസ്ഥയായി. മുൻകാലത്തെ ആ തിളക്കമുള്ള മുഖം ഇപ്പോൾ മങ്ങിയിരുന്നു. സിനിമാ ലോകം അവനെ മറന്നു തുടങ്ങി. സുഹൃത്തുക്കളും മകനും അവന്റെ ഏകയുള്ള ആശ്രയം മകനും ഭാര്യ രേവതിയുമായിരുന്നു.
എന്നാൽ രാജേഷ് അർജുനും രേവതിക്കും ഒരു ഭാരമായി തുടങ്ങി. ഒരു രാത്രി അർജുൻ രാജേഷിന്റെ മുന്നിൽ വന്നു നിന്ന് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛാ, ഇനി നീ വീട്ടിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി ഇനി ഇവിടെ നിൽക്കരുത്. ഇത് കേട്ടപ്പോൾ രാജേഷ് മൗനമായി അവനെ നോക്കി. അർജുന്റെ കണ്ണുകൾ ഒരു തണുത്ത പരിചയമില്ലായ്മ മാത്രമായിരുന്നു. പിറകെ രേവതി വന്നു പറഞ്ഞു, ഞങ്ങൾ പണമുണ്ടാക്കാൻ പാടുപെടുമ്പോൾ നീ പഴയ ഓർമ്മകൾ ജീവിക്കേണ്ട ആവശ്യമില്ല. രാജേഷ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം നല്ലതായി പോകും. ആ വാക്കുകൾ രാജേഷിന്റെ ഹൃദയം കുത്തിനുറുക്കി. ഒരു നിമിഷം അവൻ തന്റെ ജീവിതം മുഴുവൻ മനസ്സിൽ തെളിഞ്ഞു. അഞ്ജലിയുടെ കണ്ണുനീർ, പെൺമക്കളുടെ ചിരി, തന്റെ തന്നെ വ്യക്തിത്വമായ സ്വപ്നം. അവൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ചെറിയ ബാഗിൽ പഴയ ചില വസ്തുക്കളും ഒരു പഴയ ഫോട്ടോയും മാത്രം എടുത്തു. മുറിയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ അർജുനോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, നീയായിരുന്നു എന്റെ സ്വപ്നം, പക്ഷെ നിന്റെ ജീവിതം എന്റെ ശിക്ഷയായി. പിന്നീട് അർജുന് ഒരു തിരിഞ്ഞു നോക്കിയ പോലുമില്ല. രാജേഷ് ആ വീട്ടിൽ നിന്ന് കണ്ണുനീരോടെ ഇറങ്ങിപ്പോയി. രാത്രി മഴ പെയ്തുകൊണ്ടേയിരുന്നു. രാജേഷ് ഒറ്റയ്ക്കായി തെരുവിലൂടെ നടന്നു. മുൻപുണ്ടായിരുന്ന സ്വപ്നങ്ങൾ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോകുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ആ മഴയിലൂടെ നടന്നു. അങ്ങനെ മഴ നനഞ്ഞ ശരീരമായി രാജേഷ് നഗരത്തിലെ ഒരു തെരുവിലൂടെ. ഭക്ഷണമില്ല, താമസമില്ല, കണ്ണുകളിൽ വെറും ദുഃഖം മാത്രം. അങ്ങനെ ഒരു പഴയ പാലത്തിന്റെ സമീപത്ത് അവനൊരു ബെഞ്ചിലിരുന്നു. തണുപ്പിൽ വിറച്ചു കിടന്നപ്പോൾ അവൻ സ്വയം പറഞ്ഞു, ജീവിതം മുഴുവൻ ഞാൻ എന്റെ സ്വപ്നത്തെ പിന്തുടർന്നു. പക്ഷെ എനിക്ക് വേണ്ടത് ഒന്നു മാത്രമായിരുന്നു, സ്നേഹം. അന്നേരം ഒരു കാർ അവിടെ വന്ന് നിർത്തി. അതിനുള്ളിൽ 2 യുവതികൾ ഇറങ്ങി വന്നു. അവരിൽ ഒരാൾ വെള്ളക്കുടയുമായി അവന്റെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഈ വൃദ്ധനെ ഒന്ന് നോക്കൂ, അവൻ വിറയ്ക്കുന്നുണ്ട്. അവരാണ് ആര്യയും അനവിയും, അഞ്ജലിയുടെ 2 പെൺമക്കൾ, ഇപ്പോൾ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അവർ രാജേഷ് ആരെന്നറിയില്ല, പക്ഷെ ആ പഴയ കണ്ണുകളിൽ എന്തോ ഒരു പരിചയം അവർക്ക് തോന്നി. ആര്യ ചോദിച്ചു, അങ്കിൾ എവിടെയാണ് താമസം? രാജേഷ് മന്ദമായി പറഞ്ഞു, ഇപ്പോൾ ഈ തെരുവാണ് എന്റെ വീട്. ആൻവി രാജേഷിന്റെ കൈ പിടിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പം വരൂ, ഞങ്ങൾ അങ്കിളിനെ സഹായിക്കാം. അവർ അവനെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. ആര്യ ചായ കൊണ്ടുവന്നപ്പോൾ രാജേഷിന് കണ്ണുനീരൊഴുകി. അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇവരുടെ മുഖങ്ങൾ എനിക്ക് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. അവർ അറിയാതെ അവർ സഹായിച്ചത് സ്വന്തം അച്ഛനെയായിരുന്നു. ജീവിതം മുഴുവൻ അവരെ തള്ളിക്കളഞ്ഞവൻ ഇപ്പോൾ അവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നു. എന്നാൽ രാജേഷിന് തന്റെ മക്കളെ തിരിച്ചറിയുവാനും മക്കൾക്ക് രാജേഷിന് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തില്ല. മഴ പെയ്തുകൊണ്ടേയിരുന്നു. രാജേഷ് ചായ കുടിച്ചുകൊണ്ട് ആ വീടിനുള്ളിലിരിക്കുമ്പോൾ അവൻ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഫോട്ടോയിൽ കണ്ണുപതിച്ചു. 2 പെൺകുട്ടികൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രം. മുകളിലായി എഴുത്ത്, ആര്യ ആൻവി, ദേശീയ അവാർഡ് നേടിയ സംഗീത ജോഡികൾ. രാജേഷിന്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷം ആ കപ്പ് വീണു. മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അന്നേരം ആ വാതിൽ തുറന്നു അവിടെ നിന്ന് അഞ്ജലി വന്നു. മുഖത്ത് ചുളിവുകൾ, പക്ഷെ കണ്ണുകളിൽ അതേ ശക്തി, സമാധാനവും. അവളെ കണ്ട രാജേഷ് കണ്ണുനീർ നിറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്നു. അവൻ കണ്ണുനീരോടെ പറഞ്ഞു, അഞ്ജലി, എനിക്കറിയില്ല ഇവരാണ് നമ്മളെ മക്കളെന്ന്. ഞാൻ ചെയ്തതിനെല്ലാം എനിക്കിപ്പോൾ ശിക്ഷ കിട്ടി. അതേസമയം രാജേഷ് അഞ്ജലിയുടെ കാലിൽ വീണു മാപ്പ് ചോദിച്ചു. പക്ഷെ അഞ്ജലി അതിനൊന്നും തയ്യാറായില്ല. അഞ്ജലി ഉടനടി പറഞ്ഞു, നിനക്കൊരിക്കലും ഞാൻ മാപ്പ് തരില്ല. നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഇത്രേ വർഷങ്ങൾ നിന്റെ ഈ പെൺമക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഒന്നുപോലും നീ അന്വേഷിച്ചില്ല. നീ നിന്റെ സുഖത്തിനും നിന്റെ സ്വപ്നത്തിനും വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചത്. അതിനുവേണ്ടി നീ ഞങ്ങളെ ഉപേക്ഷിച്ചു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം പോലും നീ അന്ന് നോക്കിയില്ല. അവരെ വളർത്തി വലുതാക്കി ഈ നിലയിൽ ഞാൻ എത്തിച്ചു.
പക്ഷെ നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരികയില്ല. നിനക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം രാജേഷ്. നിന്നെ ഞാൻ കാണാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് പോകണം. ഇതെല്ലാം കേട്ടപ്പോൾ രാജേഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ ആ വീട്ടിൽ നിന്ന് യാത്രയായി. അവനിപ്പോൾ മനസ്സിലായി, താൻ അന്ന് ചെയ്തത് എത്രയോ വലിയ തെറ്റായിരുന്നു എന്ന്. സ്വന്തം കുടുംബത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചത് ഇനി ഒരിക്കലും ജീവിച്ചിരിക്കുവാൻ പോലും അർഹതയല്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്ന് ആ മഴയത്ത് തന്നെ ഇറങ്ങിപ്പോയി.